വനവിസ്തൃതി വർദ്ധിപ്പിക്കണമെന്ന കോൺഗ്രസ് പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും വനമാകും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാമെന്നും ജോയ്സ് ജോർജ് HCN സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിൽ പറഞ്ഞു. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം തിങ്കളാഴ്ച വൈകിട്ട് HCNന്റെ 6 മണി വാർത്തയ്ക്കും 8 മണി വാർത്തയ്ക്കും ശേഷവും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി വാർത്തയ്ക്ക് ശേഷവും സംപ്രേഷണം ചെയ്യുന്നതാണ്. എണ്ണം പെരുകിയാൽ കൊല്ലുകയല്ലാതെ അല്ലെങ്കിൽ അതിന് ഒഴിവാക്കണം. ഒരാളെ ആന ചവിട്ടി കൊല്ലുന്നു അല്ലെങ്കിൽ ഒരു വന്യജീവമൃഗ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നു എന്നല്ല. അയാൾ മരിക്കുന്നതുകൊണ്ട് അത് അവസാനിക്കുന്നില്ല. അയാൾക്കൊരു കുടുംബമുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 10,000 കണക്കിന് തെറി ഈ നാട്ടുകാർ മുഴുവൻ വിളിച്ചു. ഞാൻ ആനയ്ക്കെതിരെ നിൽക്കാമെന്ന് പറഞ്ഞു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ മറുവശത്ത് ഇരകളാക്കപ്പെടുന്ന ജനങ്ങളുണ്ട്. വയനാട്ടിലെ പെൺകുഞ്ഞിൻ്റെ ആ രോദനം എത്രയോ മുമ്പ് നമ്മളും പറഞ്ഞതാണ്, ചങ്ക് പൊട്ടി തന്നെ പറഞ്ഞതാണ്. മനുഷ്യൻ കാട്ടിക്കയറി കുഴപ്പമുണ്ടാക്കി എന്നുള്ളൊരു പൊതുബോധത്തിലാണ് ഇവിടെ ആളുകൾ മുഴുവൻ നിൽക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ പിന്നെ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോൾ പൂർണ്ണമായും വനമായി എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അത് ഇടുക്കിക്കാരാണ് ആലോചിക്കേണ്ടത്. ആ പ്രകടന പത്രിക അംഗീകരിച്ച് വോട്ട് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. കോൺഗ്രസ്സൊക്കെ ഒരിക്കലും പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വസിക്കാം. നമ്മളുടെ സാധ്യത ടൂറിസമാണ്. നമ്മൾ ടൂറിസവും കൃഷിയും കൂടെ കൂടി സമന്വയിപ്പിക്കണം. വളരെ സമഗ്രമായൊരു കാഴ്ചപ്പാടും ഒരു കർമ്മ പദ്ധതി എൻ്റെ മുന്നിലുണ്ട്.